സ്ത്രീ പീഡനത്തിന് ആരോപണം നേരിടുന്ന റാപ്പർ വേടന് അവാർഡ് നൽകിയതിനെതിരെയും വിവാദം ശക്തമാണ്. ഇതിനിടെ ദേശീയ അവാർഡുകൾ അടക്കം പലതവണ നേടിയ മുൻ താരങ്ങളെ സംസ്ഥാന അവാർഡിന് പരിഗണിക്കണോ എന്ന ചോദ്യവും വിമർശകർ ഉയർത്തുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ജി ശ്രീജിത്ത്, ഭവ്യ പാർവതി, MS ഹരികൃഷ്ണൻ എന്നിവർ ആണ് ചേരുന്നത്. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നോക്കിക്കണ്ടത്. അതിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്ന് വിലയിരുത്തപ്പെട്ട പല ഘടകങ്ങളുണ്ടായിരുന്നു. ഏറ്റവും മികച്ച നടൻ, നടി, മികച്ച ചിത്രം ഉൾപ്പെടെ അങ്ങനെ മാറ്റുരച്ച നിരവധിയായ ചിത്രങ്ങൾ ഉണ്ട്. പക്ഷേ ഈ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം വന്നിട്ടുള്ള പരാമർശങ്ങൾ, വിധിയെഴുത്തുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ, അത് പരിശോധിക്കുമ്പോൾ ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിന് ഏറ്റവും അധികം പുരസ്കാരങ്ങൾ ലഭിച്ചു എന്ന് മാത്രവുമല്ല, ഏതാണ്ട് പുരസ്കാരങ്ങൾ വാരിക്കോരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായത്. നിരവധിയായ സിനിമകൾ, കലാമൂല്യമുള്ള സിനിമകൾ, സമാന്തര സിനിമകൾ, അതായത് ഒരു പക്ഷേ തിയേറ്ററുകളിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കാത്ത ചിത്രങ്ങൾ ഉൾപ്പെടെ മാറ്റുരച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ അത്തരം സിനിമകളെ പൂർണ്ണമായും മാറ്റി നിർത്തി എന്നുള്ള ഒരു വിമർശനം ഉയരുന്നുണ്ടല്ലോ. ആ വിമർശനം എത്രത്തോളം ശക്തമാണ് ശ്രീജിത്ത്? അഭിലാഷ്, പ്രധാനമായും നിരൂപകർ, ഒപ്പം തന്നെ പല സംവിധായകർ ഒക്കെ തന്നെയാണ് സാമൂഹിക മാധ്യമങ്ങളിലടക്കം പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മികച്ച ചിത്രം എന്ന കാറ്റഗറിയിലേക്ക് മഞ്ഞുമ്മൽ ബോയ്സ് എത്തിയതിനെതിരെയാണ്. ജനപ്രിയ ചിത്രങ്ങൾക്ക് അവാർഡുകൾ നൽകരുത് എന്നുള്ളതല്ല, ആ നിലയ്ക്ക് അപ്പുറത്തേക്ക് സ്വതന്ത്ര സിനിമകൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഈ പുരസ്കാര പ്രഖ്യാപനത്തിൽ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രമുഖ സിനിമാ നിരൂപകനായ GP രാമചന്ദ്രൻ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഇതാണ്: ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിനെയും, ഒപ്പം തന്നെ പാരഡൈസ്, ഫെമിനിച്ചി ഫാത്തിമ, വിക്ടോറിയ, ഈ സിനിമകളെല്ലാം മാറ്റി നിർത്തി ഏറ്റവും നല്ല സിനിമ എന്ന അവാർഡിനായി മഞ്ഞുമ്മൽ ബോയ്സിനെ തിരഞ്ഞെടുത്ത തീരുമാനത്തോട് യോജിക്കാനാകില്ല. അദ്ദേഹം ഈ മഞ്ഞുമ്മൽ ബോയ്സിനെതിരെ നേരത്തെ നടത്തിയ ചില പ്രതികരണങ്ങൾ, ജയമോഹനൊക്കെ ചില എഴുത്തുകൾ, അതിനെതിരെ ശക്തമായ രംഗത്ത് വന്ന ആളാണ് താൻ. പക്ഷേ ഈ ഏറ്റവും മികച്ച ചിത്രം എന്ന പദവിയിലേക്ക് മഞ്ഞുമ്മൽ ബോയ്സ് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തിരക്കഥയുടെ വിഷയത്തിലും സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഈ സിനിമയെക്കുറിച്ച് ഉയർന്നു വരുന്നുണ്ട്. ശ്രുതി ശരണ്യം പോലുള്ള മലയാളത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന ചില സംവിധായകർ, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത അവരുടെ സിനിമ വലിയ ശ്രദ്ധേയമായിരുന്നു. ആ സിനിമയുടെ സംവിധായക ശ്രുതി ചൂണ്ടിക്കാണിക്കുന്നത് സ്വതന്ത്ര സിനിമകളെ പൂർണ്ണമായും ഫലത്തിൽ തഴയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് തന്നെയാണ്. അതായത് ഇത്തരം കേവലം ഈ ജനകീയ സിനിമകളെ മാറ്റി നിർത്തണമെന്നല്ല, അല്ലെങ്കിൽ ജനപ്രീതിയുള്ള സിനിമകളെ മാറ്റി നിർത്തണം എന്നുള്ളതല്ല, പക്ഷേ ലോകത്തെ വിവിധയിടങ്ങളിൽ പോയി നിരവധി പുരസ്കാരങ്ങൾ അടക്കം നേടിയെടുക്കാൻ ഈ സ്വതന്ത്ര സംവിധായകരുടെ ഒരു ബുദ്ധിമുട്ട്, അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പോലും പൈസ പോയിക്കൊണ്ട് ഇറക്കിക്കൊണ്ട് അതിൻ്റെ ഒരു ഇന്ധനം എന്ന് പറയുന്നത് ചലച്ചിത്ര അക്കാദമി കൊടുക്കുന്ന പുരസ്കാരങ്ങൾ അതിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അവിടെ സ്വതന്ത്ര സിനിമകൾ തഴയപ്പെട്ടു എന്ന് തന്നെയാണ് ശ്രുതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. നിരവധി സംവിധായകർക്കടക്കം സമാനമായ രീതിയിലുള്ള അഭിപ്രായമുണ്ട് എന്നുള്ളതാണ് എടുത്ത് കാണാൻ സാധിക്കുക. അതായത് ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, കലാമൂല്യമുള്ള സിനിമകൾ അല്ലെങ്കിൽ സ്വതന്ത്ര സിനിമകൾ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഇത്തരം സിനിമകൾ ഏറ്റവും മികച്ച ചിത്രമായി തുടർച്ചയായി വരുന്നു. അതിന് പിന്നിലുള്ള അധ്വാനങ്ങൾ, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലുള്ള സൂക്ഷ്മത, അഭിനയത്തിലെ പ്രത്യേകതകൾ, തിരക്കഥകൾ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അത്തരം സിനിമകൾ കൂടുതലായി പരിഗണിക്കപ്പെട്ടിരുന്നു. നമുക്കറിയാം, ഒരു കാലത്ത് ഒരുപക്ഷെ മലയാളികൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലാത്ത സിനിമകൾ പോലുമാണ് അവാർഡിലേക്കൊക്കെ എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാകാറുള്ളത്. പക്ഷെ ഇത്തവണ നോക്കുമ്പോൾ ഫലത്തിൽ ഈ മഞ്ഞുമ്മൽ ബോയ്സിനെ പോലെ തിയേറ്ററുകളിൽ ആളെ കൂട്ടിയ ഒരു സിനിമ, ഏറ്റവും മികച്ച സിനിമ എന്നൊരു വിലയിരുത്തൽ ജൂറി നടത്തിയത് ശരിയായില്ല എന്നതാണ് ഈ നിരൂപകരടക്കം ചൂണ്ടിക്കാണിക്കുന്നതാണ് നമുക്ക് അഭിലാഷ എടുത്ത് കാണാൻ സാധിക്കും. എന്തായാലും ഒരുപാട് സിനിമകൾ തിരക്കഥയുടെ കാര്യത്തിലടക്കം കിഷ്കിന്ദ കാണ്ട പോലെ അങ്ങനെ പല സിനിമകളും അവിടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ മഞ്ഞുമ്മൽ ബോയ്സിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടൊരു പുരസ്കാര വിതരണം നടന്നു എന്ന ഒരു വിമർശനമാണ് ഫലത്തിൽ ഉയരുന്നത്. അഭിലാഷ്, യെസ്, അതാണ് പൊതുവെ സ്വതന്ത്ര സിനിമകളെ അവഗണിച്ചു എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഭവ്യ, ഈ പുരസ്കാര പ്രഖ്യാപനത്തിന് ശേഷമുണ്ടായ രാഷ്ട്രീയ പ്രഖ്യാപനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതികരണം എന്ന നിലയിൽ തന്നെയാണ് പ്രകാശ് രാജിൻ്റെ വാക്കുകളെ കാണാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും സിനിമകൾക്ക് പുരസ്കാരം നൽകേണ്ടത് അതിൻ്റെ കലാമൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്.
എന്ന് പൊതുവെ നിരീക്ഷകർ പറയാറുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞു വെച്ചത് ഈ സിനിമ, അതായത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളടക്കം പ്രഖ്യാപിക്കുമ്പോൾ അതിൽ സിനിമയുടെ രാഷ്ട്രീയവും സിനിമാക്കാരുടെ രാഷ്ട്രീയവും ഒക്കെ സമ്മർദ്ദ ശക്തമായി മാറുന്നുണ്ട് എന്നുള്ള ഒരു പ്രതികരണമായി തന്നെയല്ലേ പ്രകാശ് രാജിൻ്റെ പ്രതികരണത്തെ കാണേണ്ടത്? അത് കലയ്ക്കപ്പുറത്ത് രാഷ്ട്രീയമായ ഒരു പ്രതികരണമായി തന്നെയല്ലേ വിലയിരുത്തേണ്ടിയും വരുന്നത്? ആ പുരസ്കാര നിർണയത്തിന് ശേഷം വലിയ വിവാദങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളടക്കം വഴിവെച്ചു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രകാശ് രാജിന്റെ പ്രസ്താവനയിലേക്ക് വരുന്നതിന് മുൻപ് ഇന്നലെ ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ സിനിമാ നിരൂപകനായ രത്നകുമാർ പല്ലിശ്ശേരി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 1-ാം തീയതിയായിരുന്നു ആദ്യം ഈ സിനിമ അവാർഡിന് പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷെ അത് 3-ാം തീയതിയിലേക്ക് മാറ്റി. അതിൽ വലിയ ദുരൂഹതയുണ്ട് എന്നാണ് അദ്ദേഹം ഉന്നയിച്ച ആദ്യത്തെ ആരോപണം. ചില അവാർഡുകൾ മാറ്റി എഴുതിയും എന്നും രത്നകുമാർ പല്ലിശ്ശേരി പറയുന്നുണ്ട്. അത് മാത്രമല്ല, രാഷ്ട്രീയവും ജാതിയും ഇടകലർന്ന അവാർഡാണ് ഇന്നലെ പ്രഖ്യാപിച്ചത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായൊരു പ്രതികരണമായിരുന്നു ഇന്നലെ ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ രത്നകുമാർ പല്ലിശ്ശേരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. നമ്മൾക്കിനി പ്രകാശ് രാജിലേക്ക്, അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നാഷണൽ അവാർഡ് ഡസിൻ ഡിസേർവ് മമ്മൂട്ടി. അതായത് ദേശീയ അവാർഡ് മമ്മൂട്ടി അർഹിക്കുന്നില്ല എന്നുള്ളൊരു വലിയ പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുമാത്രമല്ല, ഫയൽസിനും പൈൽസിനുമാണ് ഇവിടെ പുരസ്കാരം ലഭിക്കുന്നത് എന്ന് പറയുന്നതിലോടുകൂടി കശ്മീർ ഫയൽസിനെ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. ദേശീയ പുരസ്കാരത്തെ പരിഹസിച്ചുകൊണ്ടുള്ളൊരു പ്രതികരണമായിരുന്നു ഇന്നലെ സംസ്ഥാന അവാർഡ് ജൂറി ചെയർമാൻ പ്രകാശ് രാജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് പ്രകാശ് രാജിൻ്റെ രാഷ്ട്രീയം തന്നെയാണ്. ഇടത് ചായ്വുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം തന്നെയാണ് ഏറെ ശ്രദ്ധേയമായത്. മമ്മൂട്ടി എന്ന മഹാനടനെ അംഗീകരിക്കാത്ത മലയാളികളില്ല. അദ്ദേഹത്തിൻ്റെ മികവിനെ കുറിച്ച് പറയുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ മമ്മൂട്ടിയെ ദേശീയ അവാർഡ് മമ്മൂട്ടിയെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടി പ്രകാശ് രാജ് ഇന്നലെ വ്യക്തമാക്കിയത്. പക്ഷെ അപ്പോൾ പോലും ഏറെ ശ്രദ്ധേയമായ കാര്യം, 2024 സംസ്ഥാന അവാർഡാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. 2024 സിനിമയാണ് മമ്മൂട്ടിക്ക് മികച്ച നടൻ എന്നുള്ള അവാർഡ് കൊടുത്ത ബ്രഹ്മയുഗം എന്ന സിനിമ. 2023 ദേശീയ അവാർഡാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. അതിൽ ബ്രഹ്മയുഗം എന്ന സിനിമയില്ല. ഞാൻ പറഞ്ഞതുപോലെ 2024 സിനിമയാണ് ബ്രഹ്മയുഗം. പക്ഷേ അപ്പോൾ 2023 ദേശീയ അവാർഡിന് മമ്മൂട്ടിയെ പരിഗണിച്ചില്ല എന്നതുകൊണ്ട് അദ്ദേഹം എന്താണ് അർത്ഥമാക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപന സമയത്ത് മലയാളികൾ ഉൾപ്പെടെ മമ്മൂട്ടിയുടെ പ്രകടനത്തിന് പുരസ്കാരം ലഭിച്ചേക്കുമെന്ന് പൊതുവെ വിലയിരുത്തിയ ഒരു സാഹചര്യമുണ്ട്. അത് നൻപകൽ നേരത്തെ മയക്കം പോലെയുള്ള സിനിമ, കാതൽ പോലെയുള്ള സിനിമകളുടെ പ്രകടനത്തിന് എന്നത് തന്നെയായിരുന്നു എടുത്തു പറയേണ്ടത്. പക്ഷേ അന്ന് ജൂറി അംഗമായിട്ടുള്ള പത്മകുമാർ തന്നെ പറയുന്നു, അങ്ങനെയൊരു സിനിമ, നൻപകൽ നേരത്തെ മയക്കം എന്ന സിനിമ ഈ അവാർഡിനായി അപേക്ഷിച്ചിരുന്നില്ല. ഇതിപ്പോൾ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് പ്രഖ്യാപിക്കുന്നതെങ്കിലും ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് പ്രഖ്യാപിക്കുന്നതെങ്കിലും അവാർഡിനായി